ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റായ മാംഗോ ഹൽവയാണ്. ഇത് വളരെ ടേസ്റ്റിയും എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമായ നല്ലൊരു സ്വീറ്റാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് മാംഗോ പ്യൂരി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു 3 മാങ്ങ വെള്ളം ചേർക്കാതെ മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം 1 കപ്പ് ഷുഗറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. 1.5 കപ്പ് മാംഗോ പ്യൂരിക്ക് 1 കപ്പ് ഷുഗറാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അൽഫോൻസോ മാംഗോ ആണ്. ചെറുപുളിയോട് കൂടിയ നല്ല മധുരമുള്ള മാങ്ങ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നാരുള്ള മാങ്ങ വെച്ചുണ്ടാക്കിയ ഹൽവ ശരിയാകണമെന്നില്ല. അപ്പോൾ നാരില്ലാത്ത മാംഗോ പ്രത്യേകം സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം കസ്റ്റാർഡ് പൗഡർ ഒരു 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കട്ട കെട്ടി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ഇപ്പോൾ നന്നായിട്ട് ഇവിടെ മിക്സ് ആക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് ചെറു തീയിൽ നമ്മുടെ ഈ മിശ്രിതം ഒന്ന് ചൂടാക്കിയെടുക്കാം. തീ കത്തിച്ചതിന് ശേഷം നമ്മളിത് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതുപോലൊരു ബീറ്റർ വെച്ച് ഇളക്കുകയാണെങ്കിൽ ഇത് കട്ട കെട്ടി വരാതെ നമുക്ക് നന്നായിട്ട് ഇത് ചൂടാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ഈ മിക്സറുമായിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സായി വരണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് കുക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ് ലോ ഫ്ലെയിമിലാണ്. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കട്ട കെട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുറുകി നമ്മുടെ നെയ്യും മാംഗോ പ്യൂരിയുമായിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ആദ്യം ആഡ് ചെയ്ത നെയ്യ് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷമേ നമ്മൾ രണ്ടാമത് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സായി കുറുകി വരുന്നോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വറക്കാത്ത കാഷ്യൂ നട്ടാണ് പൊടിച്ചിട്ടേക്കുന്നത്. നിങ്ങൾ കുറച്ച് വറുത്ത് ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കുറുകി മിക്സായി വരുന്നു. നെയ്യും നമ്മുടെ മാംഗോ പ്യൂരി എല്ലാം നന്നായിട്ട് മിക്സായി ഒന്നുകൂടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ടോട്ടൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇവിടെ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ ഒക്കെ ഒരു കുത്തൽ മാറാനായിട്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കാർഡമം പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതിയാവും. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിത് നമ്മൾ സ്പൂണിൽ ഇത് കോരി എടുക്കുമ്പോൾ സ്പൂണിൽ നിന്ന് വീണ് പോകാതെ ഇരിക്കുന്ന തരത്തിൽ ആകുന്നോടം വരെ നമുക്കൊന്ന് കുറുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മാംഗോ ഹൽവയുടെ മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ പാത്രത്തിലൊന്നും പിടിക്കാതെ വിട്ട് വരുന്നൊരു പരുവത്തിലായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മളിത് സ്പൂണ് കോരി ഒഴിക്കുമ്പോൾ ഒട്ടും തന്നെ ഇതിൽ നിന്ന് പെട്ടെന്ന് വീണ് പോകുന്നില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു ബേക്കിംഗ് ട്രേ നന്നായിട്ട് നെയ്യ് തേച്ച് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഈ മിക്സർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തണുത്ത് വരുന്നോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 1.5 മണിക്കൂർ അല്ലെ 2 മണിക്കൂറോളം ഇത് തണുക്കാനായിട്ടെടുക്കും.
ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്യുന്നതിനായിട്ട് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട് ഇതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കുക. നിങ്ങൾക്കത് ബദാമോ പിസ്തയോ എന്ത് വേണേൽ അതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് ഏകദേശം 2 മണിക്കൂറോളം കഴിഞ്ഞു. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇത് വളരെ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കൊരു കത്തിയിൽ കുറച്ച് നെയ്യ് തേച്ചതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാംഗോ ഹൽവ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ സോഫ്റ്റായതും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള മാംഗോ ഹൽവ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. Thank you for watching my video.